ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ പെരുന്നാൾ വിശേഷമാട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഈ ഫസ്റ്റ് കാണിക്കുന്നതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രസ്സ്. അപ്പം എങ്ങനെയുണ്ട് എന്ന് പറയണേ. ഞാൻ സിമ്പിൾ ചുരിദാറാട്ടോ, ഒരു ടോപ്പാണ് കേട്ടോ എടുത്തത്. അപ്പം നമുക്ക് പെരുന്നാൾ വിശേഷത്തിലോട്ട് കിടക്കാം. അപ്പം നമ്മളിന്ന് ബിരിയാണി ആട്ടോ ആക്കിയത്. അപ്പോൾ ഇതാ രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ ഉമ്മ അടുക്കളയിൽ നല്ല പണിയാട്ടോ. അപ്പം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നതെന്ന്. ഉമ്മ അടുക്കളയിൽ പണിയാണ്. അപ്പോഴത്തേക്കും ഞാൻ വേഗം പല്ല് തേക്കാൻ പോയിട്ടോ. അപ്പം വേഗം പല്ല് തേച്ചിട്ട് വരാം. അതിന് പല്ല് തേച്ച് വന്നപ്പോഴത്തേക്കും ഇതാ ചിക്കനൊക്കെ പൊരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ബിരിയാണിയിലോട്ടുള്ള ചിക്കനാണ്. അപ്പം രണ്ടടുപ്പിലും പൊരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് പൊരിച്ചുകൊണ്ടുണ്ട്. പിന്നെ ഉമ്മ പെട്ടെന്ന് രാവിലെ തന്നെ പെട്ടെന്ന് പണി തീർക്കാൻ നോക്കുകയാണ് കേട്ടോ. പണി തീർത്തിട്ട് പായസം കാര്യങ്ങൾ എല്ലാം ഉണ്ടാക്കണ്ടേ. അപ്പം ഉമ്മ വേഗം നോക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയിട്ടോ. എന്നാലും ഒന്ന് വേഗം എണീറ്റു. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഉമ്മാനെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറിയിട്ടോ. അടുക്കളയിൽ കയറിയിട്ട് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നേരെ തുടങ്ങിയത് തേങ്ങ ചിരവാനാട്ടോ. ഇത് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ തേങ്ങ ചിരവാൻ വേണ്ടി നോക്കട്ടോ. അപ്പോൾ ഈ സൈഡത്തതൊക്കെ ആരാ കടിച്ച് തിന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. കടിച്ചിട്ടെല്ലാം മുറിച്ചെടുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ ചിരവാട്ടോ. അപ്പം ഞാൻ ക്യാമറേൻ്റെ സ്റ്റാൻഡ് കൊണ്ടുവരാൻ മറന്നുപോയി. അതുകൊണ്ടാണ് പകുതിയുമില്ല കേട്ടോ. അങ്ങനെ ഇതാ നമുക്ക് തേങ്ങ ചിരവാട്ടോ. അങ്ങനെ തേങ്ങ ചിരവാൻ തുടങ്ങുകയാണ്. പിന്നെ കുറച്ച് നേരം ഇതാ അതിലുള്ള ഒരു മൽപ്പിടുത്തമായിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും ഈ ചിരവയിൽ ചിരവുമ്പോൾ ഇങ്ങനെ കൈ മുറിയും കേട്ടോ. അങ്ങനെ ഇതാ തേങ്ങ ചിരവിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പം ഇത്രയും ചിരവി കേട്ടോ, ഇത്രയും ചിരവി. പിന്നെ തേങ്ങാപ്പാൽ എടുക്കുന്നതൊക്കെ ഉമ്മാൻ്റെ ജോലി കേട്ടോ. അതൊന്നും പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് അറിയില്ല. പിന്നെ അതാ തേങ്ങയൊക്കെ ചിരവി വെച്ചു. ബാക്കിയുള്ളതൊക്കെ അവർ നോക്കട്ടെ. അപ്പം തേങ്ങ ചിരവി ഇത് വലിയൊരു ക്രെഡിറ്റായി എടുക്കുക കേട്ടോ ഞാൻ. പിന്നെ അതിപ്പോഴത്തേക്കും ഇതാ അമ്മ മസാല ആക്കിയിട്ടോ. ഇതാ മസാല ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇപ്പുറത്ത് ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് വെച്ച് അതിന് ദമ്മന് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ടൈം ഞാൻ വീഡിയോ എടുത്തുമില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ പായസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പായസം. അങ്ങനെ പരിപ്പ് പായസം കേട്ടോ, ചെറുപയർ പരിപ്പ് പായസം. ഇതാ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഷുഗർ കട്ടാണ് കേസ്, എന്നെ കുടിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇതാ കച്ചമ്പറിനുള്ള ഉള്ളിയൊക്കെ മുറിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ഞാനല്ല, ഇതൊക്കെ ഉമ്മ തന്നെ കേട്ടോ. പിന്നെ ഞാനെല്ലാം ചെയ്തതുപോലെ ഞാൻ കുറച്ച് നേരം അടുക്കളയിൽ കടന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. ആകെ ഒന്ന് തേങ്ങ ചെരുവിയിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇതാ ഒരു കിളി, അപ്പോൾ അതിനെ ഫോട്ടോ എടുത്തു. പിന്നെ അതാ ഒരു ചേരട്ട, അപ്പം അതിനെ എടുത്തു. അപ്പം ഞാൻ പാച്ചിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വടി എടുത്തിട്ട് അതിനെ തൊട്ടാൽ അത് ചുരുളുന്ന്. അപ്പം വടി എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതിനെന്താക്കിയത്, അപ്പോൾ അത് ചുരുണ്ടു കേട്ടോ. ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ 90s ഒക്കെ മെയിൻ ഹോബി ഒരു ടൈമിൽ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നേരം പാച്ച് കളിച്ചത് നോക്കി നിന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അകത്തോട്ട് കയറാം. പിന്നെ കുട്ടികളെ നൗഷുക്കാനൊക്കെ പള്ളിയിലോട്ട് വിടണം. പിന്നെ പാച്ചുവിനെ കുളിപ്പിക്കണം, ലച്ചുവിനെ കുളിപ്പിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പാച്ചു കുളിച്ച് മാറ്റിയിട്ടോ. പിന്നെ എനിക്ക് ഷൂട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ എങ്ങനെയുണ്ട് പാച്ചുവിൻ്റെ ഡ്രസ്സ് എന്ന് പറയണേ. ഞാൻ ഫസ്റ്റ് തന്നെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഡ്രസ്സിൻ്റെതും. അപ്പം എന്താ പാച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പാച്ചുവിൻ്റെ ഷൂ ഒക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. അത് ഉള്ളിലോട്ട് ആക്കാൻ തന്നെ ഭയങ്കര പണിയാണ് കേട്ടോ. അവൻ്റെ കാല് കുറച്ച് വലുതാണ്. പിന്നെ അതിനുള്ളൊരു യുദ്ധമായിരുന്നു കേട്ടോ. അങ്ങനെ കാലും ഞാനും ഷൂവുമായിട്ടുള്ള യുദ്ധമാണ്. അപ്പോൾ പാച്ചു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഷൂ ഒക്കെ ഇട്ടു, സുന്ദര കുട്ടപ്പനായി. ഇതാട്ടോ നമ്മുടെ പാച്ചുവിൻ്റെ ഡ്രസ്സ്. ഇത് ഫോട്ടോയിൽ കാണുമ്പം ഷർട്ട് അത്ര നല്ലൊരു കളറല്ല, പക്ഷേ നല്ലൊരു കളറാട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ ഷർട്ട്. പിന്നെ നൗഷുക്ക് സാധാ പോലെ തന്നെ ഒരു ടീഷർട്ടും പാൻറ്റും ആട്ടോ. ഇങ്ങനെ അവർ പള്ളിയിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ മാങ്ങമരം. ആ മാങ്ങ മാത്രം ആരും പറിക്കുന്നില്ല കേട്ടോ. ബാക്കിയുള്ള പറമ്പത്തെ മാങ്ങ മൊത്തം ചെറിഞ്ഞ് പറിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വീഡിയോയിലധികം വരാത്ത നൗഷുക്കാനത്തൊന്ന് ചിരിക്കാൻ പറഞ്ഞു. നൗഷുക്കാനെ കൊണ്ട് ചിരിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതാ അവർ പള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പള്ളി ഇവിടെ അടുത്ത് തന്നെയാണ്, കാട്ടിക്കുളം. അപ്പം ഇന്ന് നമ്മൾ തോൽപ്പെട്ടിയിലല്ലല്ലോ, ഇന്ന് നമ്മൾ കാട്ടിക്കുളം പള്ളിയിലാണ് കേട്ടോ.
അങ്ങനെ അവർ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം നൗഷിക്കാൻ്റെ ഫോൺ എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ, അത് മേടിക്കാൻ വേണ്ടി വന്നതാട്ടോ പാച്ചു. അങ്ങനെ അവർ ഈദ് മുബാറക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പാച്ചു ഭയങ്കര ഹാപ്പിയിലാട്ടോ. അപ്പം ടൗണത്തെ പള്ളിയിലൊക്കെയല്ലേ പോകുന്നത്, അതിൻ്റെതൊക്കെ ഒരു സന്തോഷത്തിലായിട്ട് ആണ് കേട്ടോ. പിന്നെ നമുക്ക് നേരെ വീട്ടിലോട്ട് കയറാം. വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ അതാ ലച്ച് പണങ്ങിയിരിക്കുക കേട്ടോ. പാച്ചുവിൻ്റെ കുറേ ഫോട്ടോ എടുത്തു, ഓളത് എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലച്ചിതാ പണങ്ങിയിരിക്കുക. പിന്നെ നമുക്ക് ലച്ചുവിൻ്റെ പിണക്കൊക്കെ മാറ്റിയിട്ട് ബാക്കി വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ നേരെ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കാൻ പോയി, എല്ലാം തട്ടിക്കൊട്ടി ഒന്ന് വിരിച്ചു കേട്ടോ. അങ്ങനെ എല്ലാം തട്ടിക്കൊട്ടി എല്ലാ റൂമും ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ച് കഴിഞ്ഞ് വേഗം ഒരു പപ്പായ മുറിച്ച് തന്നു കേട്ടോ. ലച്ചു മാങ്ങ കേട്ടോ തിന്നുന്നേ. പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ അതാ നമ്മൾ ഇന്നലത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ, ലച്ചുക്ക് ഞാൻ ഇട്ട് കൊടുത്ത മൈലാഞ്ചി നന്നായി ചോന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ ലച്ചു ഭയങ്കര മാങ്ങേൻ്റെ തൊലിയൊക്കെ തിന്നു കേട്ടോ. പിന്നെ പപ്പായ തീറ്റയും മാങ്ങ തീറ്റയൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളയിലോട്ട് തന്നെ കേട്ടോ. പിന്നെ ലച്ചുവിനെ നമുക്ക് കുളിപ്പിക്കണം, ലച്ചുവിനെ മാറ്റി കൊടുക്കണം, എനിക്ക് കുളിക്കണം, മാറ്റണം, അങ്ങനത്തെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉമ്മ പറഞ്ഞു നീ ലച്ചുവിനെ കുളിപ്പിച്ചോ, ബാക്കിയുള്ളതൊക്കെ ഉമ്മ എടുക്കാമെന്ന്. അങ്ങനെ ലച്ചു കുളിച്ചു. അങ്ങനെ ലച്ചുവിനെ ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇതാട്ടോ ലച്ചുവിൻ്റെ ഡ്രസ്സ്. അപ്പം ലച്ചുവിൻ്റെ ഇതാട്ടോ ഡ്രസ്സ്. ഇഷ്ടപ്പെട്ടാൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് മാല മാറ്റണം കേട്ടോ. മാല ഇതല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞോളും ആ മാല മാറ്റാണ് കേട്ടോ. പിന്നെ മാല കെട്ട് കേട്ടോ. ഒരു ബ്ലാക്ക് ഇപ്രാവശ്യം പെരുന്നാൾ വല്ലാണ്ട് ഒരു ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം ഒരു സിമ്പിളായിട്ടാട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൂ പായസം കുടിക്കുക കേട്ടോ. അപ്പോൾ പായസം നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു ലച്ചു പായസം കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉമ്മാനെ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി പോയതാട്ടോ ലച്ചു ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദമ്മൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മുടെ പായസം അതേപോലെ തന്നെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പായസം ലച്ചു നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ കുടിച്ചില്ല കേട്ടോ, ഷുഗർ കട്ടായതുകൊണ്ട്. പിന്നെ ലച്ചു പായസം വീണ്ടും കുടിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും കുളിച്ച് മാറ്റി കേട്ടോ. അപ്പം ഞാനൊരു സിമ്പിൾ ഒരു ടോപ്പാട്ടോ എടുത്തത്. അപ്പം എൻ്റെ ഡ്രസ്സ് ഈ സെയിം ഡ്രസ്സ് ഇട്ടപ്പാട്ടോ മനസ്സിലായത്, ഇതേ കളർ എനിക്കുണ്ടാകുന്നു. പിന്നെ നൗഷിക്ക പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നൗഷിക്ക അവിടെ കടന്നു കേട്ടോ. പിന്നെ ലച്ചുവും നമ്മുടെ അടുത്തുള്ള വീട്ടിലത്തെ ഒരു കുട്ടിയും വന്നിട്ട് ഭയങ്കര കളിയാട്ടോ. അപ്പം ലച്ചു ഒരു പാട്ട് പാടും, അത് ഞാൻ കേൾപ്പിച്ചു തരാം. പർപ്പിളോ? അപ്പം അതാണ് കേട്ടോ പാട്ട്. അതിൻ്റെ ഇടയിൽ പാച്ചൊന്ന് പണങ്ങൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞാനും ചോറ് കഴിക്കുക, ഞാനും ഉമ്മയും ചോറ് കഴിക്കുക കേട്ടോ. അപ്പം ബിരിയാണി തന്നെ കേട്ടോ, അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ അടുത്ത് പറമ്പിൽ ഒരുപാട് കുരങ്ങന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തത് ഭയങ്കര കുരുത്തക്കേടാട്ടോ ഈ കുരങ്ങന്മാർക്ക്. അങ്ങനെ ഞാനത് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തതാണ്, വീഡിയോ എടുത്തതാട്ടോ. കണ്ടില്ല, ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു നമുക്ക് ഒന്ന് കുട്ടികളെ കൊണ്ട് വെറുതെ ഒന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഉറങ്ങിയൊക്കെ എണീറ്റു കേട്ടോ. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ നന്നായി ഉറങ്ങിയിട്ട്. നമുക്കിനി ഒന്ന് പുറത്ത് പോയിട്ട് വരാം. അപ്പം എങ്ങോട്ടാന്ന് അറിയാത്തൊരു യാത്ര കേട്ടോ ഇത്. നമ്മൾ തീരുമാനിച്ചിട്ടേ അല്ല എങ്ങോട്ടാന്ന്, അങ്ങനത്തെ ഒരു പോക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം ആലോചിച്ചോട്ടെ എവിടെ പോകണമെന്ന്. പിന്നെ എവിടെ പോകണമെന്ന് പറയുന്നിടത്ത് പോകാനുള്ള ഒരു ബഡ്ജറ്റ് ഇപ്പം നമ്മളെ കയ്യിലില്ല കേട്ടോ. എന്നാലും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലത്ത് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് പൈശി പാർക്കിലോട്ട് കേട്ടോ. ഇത് വവ്വാൽ പാർക്ക് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങോട്ടേക്കാണ് കേട്ടോ അവസാനം തീരുമാനിച്ചത്. ഒരാൾക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ല, ഒരാൾക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അവസാനം ലച്ചു പറയുന്നത് പോലെ വവ്വാൽ പാർക്കിലോട്ട് പോയിട്ടോ, പൈശി പാർക്കിലോട്ട് പോയി. അങ്ങോട്ടേക്കുള്ള ഒരു വഴിയാണ് കേട്ടോ ഇത്. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്ക് എന്ത് ഭംഗിയാണ്, നോക്കി പ്രകൃതി, ഈ ആകാശമൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, എന്തോ ഒരു ഭംഗിയാണ്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ.
പിന്നെ അവസാനം നമ്മളിതാ പൈശി പാർക്കിൽ എത്തിയിട്ടോ. എന്താണ് കേട്ടോ നമ്മുടെ പൈശി പാർക്ക്. ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നതുകൊണ്ട് വലിയ താല്പര്യം കുട്ടികൾക്കില്ല കേട്ടോ. പിന്നെ എവിടെയും പോകാൻ ഇല്ലല്ലോ, പെരുന്നാളല്ലേ എന്ന് കരുതിയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നു. ലച്ചുക്ക് ചെറിയൊരു താല്പര്യമുള്ളൂ, വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. പാച്ചുക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ഇവിടെ കൂട്ട് കയറാൻ. കാരണം കുറേ പ്രാവശ്യം വന്നതാണ് കേട്ടോ. ഒരു 5-8 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ നൗഷുക്ക് എടുക്കുന്നു. ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ അതിൻ്റെ അകത്തോട്ട് കയറുക കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിലും ഉണ്ട് കേട്ടോ. ഞാൻ ഒരു കുറച്ച് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ പൈശി പാർക്ക് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോ ഈ പൈശി പാർക്കിൽ നിന്ന് എടുക്കുന്നില്ല കേട്ടോ. പിന്നെ അതാ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പെരുന്നാളായതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ വവ്വാലുകൾ കണ്ടില്ലേ, ഇഷ്ടം പോലെ വവ്വാലുകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് വവ്വാൽ പാർക്ക് എന്നും അറിയപ്പെടുന്നത്. അങ്ങനെ എന്താ പാച്ചു ഉഷാറില്ല കേട്ടോ. പാച്ചുക്ക് കാരണം ഇവിടെ ഇഷ്ടമല്ല കേട്ടോ. പാച്ചുവിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. പാച്ചുക്ക് ഇവിടെ തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ലച്ചുക്ക് വലിയതൊന്നുമില്ല, എന്നാലും ലച്ചു കുറച്ച് നേരമൊക്കെ ആയിക്കൂടെ ഒക്കെ ഒന്ന് ഓടി കളിച്ചു കേട്ടോ. പാച്ചു തീരെ കളിച്ചില്ല, എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും ടിക്കറ്റ് എടുത്തതല്ലേ എന്ന് പറഞ്ഞിട്ട് ലച്ചുവിനെ കൊണ്ട് കുറച്ച് നേരം കളിപ്പിച്ചു. അതാ ലച്ചു കണ്ടില്ലേ പോയി കളിക്കുന്നത്. അങ്ങനെ ലച്ചു കുറച്ച് നേരം കളിച്ചു കേട്ടോ. ലച്ചുക്കും വലിയ കളിയൊന്നും കളിച്ചിട്ടില്ല. കുറച്ച് നേരം ഒരു റൗണ്ടൊക്കെ അങ്ങോട്ടൊക്കെ കറങ്ങി. പിന്നെ കുറച്ച് നേരം ഊനാലിലും ഇരുന്നു. എന്നാലും വല്ലാണ്ട് ഉഷാറൊന്നുമില്ല കേട്ടോ. എപ്പോഴും വരുന്നത് പോലത്തെ സന്തോഷമൊന്നും ഇപ്രാവശ്യമില്ല. കാരണം ഇവർക്ക് വെള്ളത്തിൽ കളിക്കണം അങ്ങനത്തെ ഒരു താല്പര്യത്തിലൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ വന്നത് തന്നെ. പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോയി കേട്ടോ. പെരുന്നാളായിട്ട് ഇനിയിപ്പം ആർക്കും ടെൻഷൻ വേണ്ടാന്ന് കരുതി കൊണ്ടുപോയി കേട്ടോ. പിന്നെ ഇതും നമ്മുടെ പൈശി പാർക്കിലുള്ളൊരു സംഭവം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ ഇതാ ഒരു പുഴയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. അപ്പം അതും അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ. പിന്നെ അതാ നമ്മുടെ പാച്ചു തെറ്റിയിരിക്കുക കേട്ടോ. പിന്നെ ഐസ്ക്രീമൊന്നും പാച്ചു കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ലച്ചു ഐസ്ക്രീം വാങ്ങി ലച്ചു കഴിക്കുക കേട്ടോ. അപ്പം ഞാനിതാ ഈ വവ്വാൽ പാർക്കിൻ്റെ വവ്വാലുകൾ എടുക്കുക കേട്ടോ. ഇതാട്ടോ നിങ്ങൾ കാണുന്നുണ്ട്. അതിക്കുള്ള കരച്ചിൽ ഞാൻ കേൾപ്പിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ഇതാട്ടോ അവിടെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ടില്ല. കാരണം എൻ്റെ മുന്നത്തെ ഒരു ലോങ് വീഡിയോ ഞാൻ ഈ പൈശി പാർക്ക് മാത്രമായിട്ട് ഉൾപ്പെടുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ അവിടെ നിന്ന് പോയി നേരെ നമ്മൾ വണ്ടിയിലോട്ട് കയറി. അങ്ങനെ പിന്നെ നമ്മൾ ഇനി പോകുന്നത് നമ്മൾ നെട്ടറ പാലത്തിലോട്ടാട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരുനെല്ലി ഒരു പ്ലേസിലെത്തി കേട്ടോ. നെട്ടറ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം അത് ഫേമസ് ആയൊരു സ്ഥലമാണ്. അപ്പം ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അതിനതാ അവിടെ നിന്ന് നമ്മൾ പൂവൊക്കെ പറിച്ച് വീട്ടിലെത്തിയിട്ടോ. പിന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതോ കുട്ടി കരയാട്ടോ. അപ്പം ഞാൻ വേഗം വീഡിയോ കട്ടാക്കിയതാണ്. അതിന് അവർ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അവരും പോയിട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എങ്ങനെയുണ്ട് എല്ലാവരും പെരുന്നാൾ വിശേഷങ്ങളെന്ന് കമൻ്റ് ഇടുക. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ.